അതായത് ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് നമ്മൾ ഹാർഡ് വർക്ക് ഇട്ട് അതവിടെ നിർത്തരുത്. റിസൾട്ട് ഉണ്ടാകുന്ന വഴി നമ്മൾ ആ പരിപാടി നിർത്തരുത്. നിർത്തി കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കില്ല് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ വലുതാക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു സംഭവം എല്ലാവരുടെ ലൈഫിൽ നടക്കുന്നതാണ്. പക്ഷെ നമ്മളത് ആലോചിക്കാറില്ല. നമ്മൾ എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചേ അത് കയ്യിൽ നിന്ന് പോയി, അപ്പോൾ അടുത്ത് പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് വേറെ പരിപാടിയുടെ പുറകെ പോകും. അപ്പോൾ പൈസനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഇവനിപ്പോൾ ഒരു കോടി കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ പൊളിക്കോ എന്ന് ചോദിക്കും. പൊളിക്കില്ല, ഞാൻ ഒരു കോടി എടുത്ത് കൈ വെക്കും. പക്ഷേ എന്നാലും എൻ്റെ സ്കില്ല് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ എൻ്റെ സ്കില്ല് പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വരുന്നില്ല എങ്കിൽ നാളെ എനിക്കൊരു പുതിയ ടൈപ്പ് ഓഫ് ഒരു അഡ്വാൻസ് ലെവൽ ഓഫ് വർക്ക് വന്ന് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ മാസവും ഞാൻ 30,000 മേടിക്കുന്നതെങ്കിൽ 30,000 ഇങ്ങനെ ഒതുങ്ങി നിന്നു. അപ്പോൾ നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണല്ലോ നമ്മുടെ പ്രൈം ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് വേണമെങ്കിൽ ഉറപ്പായിട്ടും പൈസയുടെ പുറകെ പോകാണ്ട് നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഉറപ്പായിട്ടും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തേടി വരും, ഉറപ്പാണ്.